ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വായിച്ചൊരു ഒരു കോട്ടാണ്. കോട്ടെന്നൊക്കെ വേണേൽ പറയാം. തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുത്തി എഴുതാമായിരുന്നു ചില ഇന്നലകൾ. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി ആ ഒരു വരികൾ. എന്തെന്ന് വെച്ചാൽ, ഞാനിനി പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നല്ല മഴയുള്ളൊരു സമയം, അത്യാവശ്യം തണുപ്പും നല്ല മഴയുള്ളൊരു സമയം. ഓടിട്ടൊരു വീട്, കുഞ്ഞു വീട്. അവിടെ അച്ഛനും അമ്മയും 2 മക്കളും. അവർ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അച്ഛനും അമ്മയും അടുക്കളയിൽ സംസാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നു. മക്കള് ബാലരമയോ കളിക്കുടുക്കയോ അങ്ങനത്തെ ഒരു പുസ്തകം വായിക്കുന്നു. പുറത്ത് നല്ല മഴയാണ്, കറണ്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത്, അല്ലെ അന്നത്തെ ആ ഒരു കാലത്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ? എന്ത് രസമായിരുന്നല്ലേ. എല്ലാവരും, കുഞ്ഞു കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. ഭക്ഷണം കഴിച്ചാലും ഒരുമിച്ചിരുന്ന്, എല്ലാം എല്ലാം എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചാണ്. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും ആ കാലങ്ങളൊക്കെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഇപ്പോഴും പലരും ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ചെറുതായിട്ടിരുന്നാൽ മതിയായിരുന്നു, എനിക്ക് വളരണ്ടായിരുന്നു, അല്ലെ ഞാൻ ഇപ്പോഴും സ്കൂളിൽ പഠിക്കണ ആ ഒരു പ്രായമായാൽ മതിയായിരുന്നു, ഇത്ര റെസ്പോൺസിബിലിറ്റിയും സ്ട്രെസ്സും ഒന്നും എനിക്ക് എടുക്കണ്ടായിരുന്നു, വെറുതെ പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പം പല തീരുമാനങ്ങളും വാക്കുകളും ആളുകളും ഈ ഇന്നത്തെ നമ്മളാക്കി തീർത്തത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി പോയി മാറ്റണം, അല്ലെ ഈ തീരുമാനങ്ങൾക്കോ വാക്കുകൾക്കോ അതേപോലെ നമ്മൾ ചെയ്ത പ്രവർത്തികളോ ഒന്ന് പുറകോട്ട് പോയി തെറ്റ് പറ്റിയ ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി തിരുത്തി എഴുതണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തെറ്റ് എല്ലാവർക്കും സംഭവിക്കും, അത് മനുഷ്യ സഹജമാണ്. അപ്പം ഈ തെറ്റുകളെ, അല്ലെ അന്ന് ഞാൻ അങ്ങനെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു പിണക്കം ഉണ്ടാകത്തില്ലായിരുന്നു. ചില വേദനകൾ അതങ്ങനെയാണ്. നമുക്ക് ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചിട്ടാണ് അത് പോണത്. അത് മനുഷ്യരുടെ രൂപത്തിലാണേലും ഈ പറഞ്ഞ പല പ്രവർത്തികളാണേലും ആ ഇന്നലകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെ ആ ഇന്നലകൾ തന്ന പാഠങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി പുറകോട്ട് പോയി തിരുത്തുക എന്നൊരു ഓപ്ഷൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നും അടുത്ത ദിവസം ഒരു ഇന്നലെയായി മാറാം. അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങനെ നമുക്ക് നന്നായിട്ടിരിക്കാം, അല്ലെ എന്തൊക്കെ തെറ്റുകൾ മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റൊരാളെ ദ്രോഹിക്കാതെ എങ്ങനെ ഇരിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇന്നലെ ഉണ്ടാവും. നിങ്ങൾക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നറിയാം. അതിൽ നമുക്ക് പൊറുക്കാൻ പറ്റതും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള തെറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പഠിക്കുക. എന്തെന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മളെ തന്നെ സ്വതന്ത്രമായിട്ട് വിടാൻ വേണ്ടിയിട്ട്. ഈ ചില വേദനകൾ തിരുത്താനല്ല, അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു മനസ്സിലാക്കലാണ്. ഇന്നത്തെ നമ്മളെ തന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയി, അല്ലെങ്കിൽ ഇതേമാതിരി സംസാരിക്കാൻ ഒരു എന്താ പറയുക, ഒരാളെയും ഭയക്കാതെ ജീവിക്കാൻ, അല്ലെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്, ഇതിനെല്ലാം കൂടെ വേണ്ടിയിട്ടായിരുന്നു ആ ഇന്നലകൾ. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർക്കാതെ ഇനി മുന്നോട്ടെന്ത്, ഇന്ന് നമുക്ക് എങ്ങനെ ബെറ്റർ ആവാം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഇന്നലകൾ അത്ര മനോഹരമായി മാറിയത്. അപ്പോൾ ഓരോ ഇന്നലകളും ഒരു പാഠമാണ്, ഓരോ ഇന്നും ഒരവസരവും. അതെപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.